വലിയ വലിയ സൈസ്. നോക്കട്ടെ മീനെ, നോക്കട്ടെ. ഇതിപ്പോൾ കിട്ടിയത് നോക്കട്ടെ, ചൂണ്ട കിട്ടിയത് നോക്കട്ടെ. നോക്ക് പൊക്കിയേ. അയ്യോ ഇതെന്തോ ഇത്? ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ കിട്ടിയോ? ഇപ്പം ഞങ്ങൾ ചൂണ്ടയിടാൻ വന്നതാണ്, ഞാനും ശ്രീകുട്ടനും കൂടെ. ശ്രീകുട്ടൻ വന്ന് നേരെ എന്നേക്കായി മുമ്പേ പോരുന്നു. അപ്പോൾ എന്തോ ഒരു പൊടിയോ ഏതാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ അവിടെ കിടന്ന് വിളിക്കുന്നത് അതാ വരുന്നത്. അപ്പം ഞങ്ങൾ കുറേ ദിവസമായി ഇപ്പം ചൂണ്ടയൊക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ഒരു ദിവസം ചൂണ്ടയിട്ടുമ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒന്നുകൂടെ ഒന്ന് ചൂണ്ടയിട്ടേ കിട്ടുന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. നമുക്ക് അത്യാവശ്യത്തിന് കറിക്കൊക്കെ മീനുണ്ട്, കക്കായി മീനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മീൻ വേണ്ട. അല്ലെങ്കിൽ കരിമീനെ ശ്രീകുട്ടനൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ശ്രീകുട്ടനെ പിടിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ, ദേവനും അതുപോലെ തന്നെ. അപ്പം ഞാൻ ചൂണ്ടയിടാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ചൂണ്ടയിടുന്ന ശ്രീകുട്ടൻ കിടന്ന് എന്തിനാണ് വിളിക്കുന്നറിയട്ട്. അപ്പോൾ ഒന്ന് ചെല്ലട്ടെ. നമ്മുടെ തൊട്ട് അപ്പുറത്തെ പുരയിടമായി കാണുന്നത്. ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ അടിച്ച് കണ്ടേ അവർ ആ കുളമൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി ഇടുക. എന്ത് ഭംഗിയുണ്ടെന്നറിയാമോ. ഇപ്പോൾ ഈ കുളത്തിൻ്റെയൊക്കെ പണി കഴിയുമ്പോൾ ഞാനൊന്ന് കാണിക്കാം. അടിപൊളിയായിട്ട് ഇട്ടിരിക്കുക കുളവും ഈ വീടും ഒക്കെ. ഇനി അവർ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് വേറെ ആൾ കൊല്ലത്തുള്ള ഒരു ഡോക്ടറാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അവരത് റിസോർട്ടോ മറ്റോ ആക്കാനാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ശ്രീകുട്ടൻ കിട്ടിയോ നോക്കട്ടെ. സ്വർണ്ണം കിട്ടിയേ നോക്കട്ടെ. വലിയ സൈസ്. നോക്കട്ടെ മീനെ, നോക്കട്ടെ. ഇതിപ്പോൾ കിട്ടിയത് നോക്കട്ടെ, ചൂണ്ട കിട്ടിയത് നോക്കട്ടെ. നോക്ക് പൊക്കിയേ. അയ്യോ ഇതെന്തോ ഇത്? ഇതിപ്പോ ആദ്യം കിട്ടിയതാ. അപ്പൊ അതിനാ തന്നെ വിളിച്ചത്. ഇതുണ്ടോ ശ്രീമോന് കിട്ടിയ മീനായത്. ഉണ്ടോ ഇതില് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് അങ്ങനെ പിടിച്ചു കയറ്റി മോനെ. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലിക്കുന്നത്. ഇതാണെങ്കിൽ നല്ല ശക്തിയില്ലാത്ത നൂല ജസ്റ്റ് കിട്ടി. ഞാൻ വിചാരിച്ചല്ലേ രണ്ട് പൊടി ഏതാണ്ടായിരിക്കും കിട്ടിയതെന്ന്. നല്ലൊരു കരിമീനാണ്. എൻ്റെ കൈപ്പത്തിയക്കായും വലുതാ. ശ്രീകുട്ടൻ്റെ കൈപ്പത്തിയക്കായും വലുതാ. എൻ്റെ കൈപ്പത്തിയക്കായും വലുതാ. ഉണ്ടോ? അപ്പം വെള്ളത്തിലിട്ട് അപ്പം അത് ഇളക്കിയിട്, നോവിക്കാതെ ഇടന്നാ. അപ്പം ഇങ്ങോട്ട് വന്നില്ല, എന്നേക്കായി മുമ്പേ ഓടിയതാ അവിടെ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ആ ചൂണ്ടയിടാം. എനിക്ക് ഒരു ചൂണ്ട കൂടെ തരുമോ? നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതുണ്ടോ ഈ മീൻ അടിച്ചതിന്റെ പവറിൽ ഞാൻ വലിച്ചാണ്ട് ഇവിടെ കെട്ടിരുന്ന കെട്ടി ഇവിടെ വരെ കുരുങ്ങിയില്ലയോ? എടുക്കുമ്പോ നോവിക്കരുത്, അന്നേരം പെട്ടെന്ന് ചത്തുപോകും കേട്ടോ. മൂക്കിന്റെ അടുത്തൂടെ കയറി. ശ്രീമോന് മീൻ പിടിക്കാനൊക്കെ ഒരു വശമാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വന്ന്, ഞാനങ്ങനെ വരുന്നുള്ളൂ. ഞാൻ ഇൻട്രോയൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒരു വിളിയൊക്കെ കേട്ടു. അപ്പം വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നല്ലേ. വെക്കം പിടിക്കുന്ന അമ്മാമ്മയ്ക്ക് ഒരു ചൂണ്ട തരാവോ? അമ്മമ്മ കറി ഇറക്കിയിട്ട് വരട്ടെ. അമ്മമ്മ കറി ഇറക്കിയിട്ട് വരാം. എന്നിട്ട് ആ ചൂണ്ടയും അവിടെ ഇരിക്കുന്ന നൂലും എടുത്തുണ്ടോ? ദേവനെടുത്ത് വരും. ഞാൻ പുതിയ വാങ്ങിക്കാനായിട്ട് വിട്ടിട്ടുണ്ടോ? ആണോ? ദേവനെ അതിനാന്നോ കടയിൽ പറഞ്ഞു വിട്ടേ? ശരി. മീൻ വന്ന് നിൽക്കുന്നു. തടപ്പള്ളത്തിയൊക്കെ കേട്ടോ ശ്രീമോന് പിടിക്കുന്നത്. ഇവിടെ തോട്ടിൽ ഇപ്പം ഈ മഴയൊക്കെ ആയത് വെള്ളവും ഒക്കെ കയറിയപ്പോൾ 5-6 മീൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് നമ്മുടെ കണ്ടത്തിൽ നിന്നാണോ പിടിച്ചത് മീൻ? ആണോ? അപ്പം അതൊരു എന്തായാലും വെച്ചൊന്ന് അടച്ചു വെക്കണ്ടേ മോനെ? എന്നിട്ട് ഈ കപ്പയുടെ തൊലിയൊക്കെ ഇട്ടിട്ടേ അടച്ചു വെക്കണം. അതല്ല, ബക്കറ്റിലിരിക്കുന്ന മീൻ അടച്ചു വെക്കണ്ടേന്ന്. അപ്പം ഞാനതൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്ന് ഒരു അരമണിക്കൂർ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത്. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 1:45 കൊണ്ട് എടുത്ത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചൂണ്ട കെട്ടുക ശ്രീമോന്. എത്രയും നീളം മതി മോനെ? എത്ര നീളം മതി പോരെ? അപ്പം എനിക്ക് വേണ്ടിയിട്ട് ചൂണ്ട കെട്ടുക. അപ്പം ശ്രീമോൻ്റെ ചൂണ്ട ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുഴഞ്ഞ് ആള് ചൂണ്ടയിട്ട് വെയിലത്തൊന്നും എടുത്ത് വെക്കും മീന്. ഒരു ജീവനോടെ കിടക്കട്ട് അയാൾ.
അയാളെടുത്ത് തണലിലോട്ട് വെക്കട്ടെ. അയാൾ കുഴഞ്ഞ് കിടക്കുമെന്നു കേട്ടോ. ചൂണ്ടായിട്ട് വന്നോ? മോനെ രാവിലെ ഇരുന്നായിരുന്നു. വെയിലായി കഴിയുമ്പോഴേ തീറ്റയൊക്കെ എടുക്കാൻ മടിക്കും. ഞങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചൂളോ കടിച്ചില്ലേ മോനെ? ഇതിലവിടോട്ട് കുറേ മീനുകൾ വന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. മീനെ അടുത്ത് വരുന്നുണ്ട്. കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയത്തില്ല. കരിമീനാ എന്നുണ്ടോ? സൂം ചെയ്ത് കാണിക്കാം. മീനെ കാണുന്നോന്നറിഞ്ഞില്ല. കണ്ടോ മീൻ പോകുന്നുണ്ടോ? കണ്ടോ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഷൂളാടി കേട്ടാന്നോ എന്നറിയത്തില്ല അവർ വന്നത്. ഉണ്ടോ? കണ്ടോ കുറേ കുഞ്ഞു പള്ളാത്തികൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ചൂണ്ടയിടട്ടിനി. ഇവിടെ തകർത്തി അടിച്ച് എനിക്ക് ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുക. ശ്രീമോനെ എല്ലാം കൊത്തുന്നുണ്ടോ? കൊത്തുന്നില്ല. ആ ഞാൻ കിട്ടി തീർന്നു. പക്ഷെ നീളം കൂടുതലായിപ്പോയി. ഇപ്പം ഞാൻ ചൂണ്ട റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമൊന്നും വെച്ചാൽ ഇല്ല. ആ ചൂണ്ട കെട്ടി തീർന്ന് ഇങ്ങനെ നീളമായിപ്പോയി. ഇവിടെയൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ മീൻ വന്നിപ്പോണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. എന്തുവാ കാണിച്ച് ഇതുകൊണ്ടോ ഈ ഭാഗ്യം ഉടക്കി തെറിച്ച് ഇത്ര വീണതാ കേട്ടോ. ഇതിനകത്ത് മുടക്കി വലിയ സൈസ് കൈപ്പത്തിയുടെ അടുത്തുണ്ട്. കൈപ്പത്തിയുടെ അടുത്ത് എത്രയുണ്ട്? കൊണ്ടിട് വലിയ ബക്കറ്റ് എന്തിയേ? ബക്കറ്റ് കൊണ്ട് അവിടെ പോണ്ട്. രണ്ടാമത്തെ എനിക്ക് ആദ്യത്തെ മീനാ കേട്ടോ. ശ്രീമോന് 2 കിട്ടി. എന്തോ പറ്റി തെങ്ങേരടിച്ചു മോനെ. ഒരു കുഴപ്പമില്ല. അവൻ്റെ ഡാവ എന്താ തീറ്റ വെച്ചിട്ട് ഞാൻ തീറ്റ എടുക്കട്ടെ. ഞാനും പിടിച്ചുവിടാ. ഇതാണ് നമ്മുടെ തീറ്റ. തീറ്റ എന്തേ? തീറ്റ ഞങ്ങൾ രാവിലെ എടുത്തതാണ്ടേ ഉണങ്ങി അങ്ങില്ലേ.
രാവിലെ എടുത്തല്ലേ, ഇന്നലെ ചുട്ടോ. മെനഞ്ഞാന്ന് മെനഞ്ഞാന്ന് ചുട്ടതാ. അയ്യോ, അതാ മീൻ അധികം കൊത്താത്തത് കേട്ടോ. കൊത്ത് ഉണങ്ങിയിരിക്കുമല്ലേ തീറ്റ. എത്ര വേണം? അത്ര മതി. കൊത്തുണ്ട്. കരിമീനാണത്. അല്ല വള്ളത്തിൽ. തറ പറ്റി കിടക്കുമോ? പൊങ്ങിയില്ലേ മോനെ? പൊങ്ങിയാൻ കിട്ടിയതാണല്ലേ. കഴിഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങള് രാവിലെ ഒന്നും തുടങ്ങിയതല്ലേ. ഞങ്ങൾ ഇപ്പോൾ എത്ര 2 മണിക്കൂറായോ? 2 മണിക്കൂറായി. ഞങ്ങൾ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ വിശ്രമിക്കും, വീട്ടിൽ പോവും, വെള്ളം കുടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ വന്ന് ഞങ്ങൾ മീൻ പിടിക്കും. എന്തായാലും 3 മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടോളൂ. സൂം ചെയ്യാൻ കിടല്ലേ മീൻ അങ്ങോട്ട് ഈ കാണാൻ. ഉയ്യോ, 2 കരിമീൻ പോന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു കരിമീനാണ് അവിടെ ഇരിക്കുന്നത്. 2 എണ്ണം ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. ആണ്ടേ അതിൻ്റെ സൈഡിലായിട്ട് മരപ്പി ഉണ്ടോ? മരപ്പി ഉണ്ടോ അവരുടെ കൂടെ? വെയിലാകുമ്പോൾ മേളിൽ വന്നിരിക്കും, സൺലൈറ്റ് ഉള്ള. ഫോട്ടോ റൈറ്റ് ഒന്നിങ്ങനെ ആക്കിയ മാമ. നമ്മൾ ഇവിടെ വരാമെങ്കിലേ ഇവിടെ അനക്കാതിരിക്കാന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഇവിടെ വരും കേട്ടോ, ഈ സൈഡിൽ. ഇപ്പോൾ ഒരു തീറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ രാവിലെ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടത്തോടെയാണ് നടക്കുന്നത്. ഒരാളെ ഒറ്റയ്ക്കായിട്ട് യാദർച്ഛ്യമാണേ നടക്കും, നീന്തി വരത്തുള്ളൂ ഇല്ലേ? അതാണ് കാര്യം. വല്ലതും കിട്ടുന്ന മോനെ? കിട്ടുന്നില്ലേ? കൊത്തുന്നുണ്ടോ? കൊത്തുന്നുണ്ടോ? എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. കൊത്തിയാ? ചെറുതാണോ? കൊണ്ടുവാ നീ. ബക്കറ്റ് ഇട്. നോക്കട്ടെ. മുമ്പേ കിട്ടിയ സൈസാതിനോടെ മോനെ. നമുക്ക് അടുത്ത വീട്ടിൽ കിട്ടിയട്ടാ. കണ്ടോ? തിരിച്ചിട്. നിൽക്കടാ മോനെ, നിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കട്ടറ. നോക്കട്ടാ, അടിപൊളി കേട്ടോ. ഇതുണ്ടോ? ഇത് 2 ഒരേപോലുള്ളതായിരുന്നു തോന്നുന്നു കേട്ടോ. സംഭവം കൊള്ളാം. അപ്പം ഇട്. അപ്പം 3 ഉണ്ട്? 4 എണ്ണം ഉണ്ടോ? ചൂണ്ടയിടാ, അതിൻ്റെ ചൂണ്ടയിട്. കൈ കൊള്ളാല്ലേ ചൂണ്ട? ഇച്ചിരിയിട്. ഭയങ്കര വെള്ളം കുടിക്കാൻ തയ്ക്കുന്നു. നല്ല ചൂടായി. ഇപ്പം സമയം എത്രയായി? 1 മണിയായോ? 1 മണിയായെന്നോ? നോക്കട്ടെ മൊബൈലിൽ സമയം എന്തായെന്ന് നോക്കട്ടെ. നിർത്താം നമുക്ക്. ചോറ് കഴിക്കാൻ പോയി. എനിക്ക് വിശക്കുന്നല്ലോ ക്ലാ. ഗുളിക കഴിക്കണം. അപ്പം നമുക്ക് പോകാം. നിർത്താം നമുക്ക്. വെയിലങ്ങ് ഭയങ്കര വെയിൽ. അപ്പം ഞങ്ങളിതാണ്ട് വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുക. വൈകുന്നേരം പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വീണ്ടും വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ. ശ്രീകുട്ടൻ എന്നെ അവിടെ ഇരുത്തുന്നില്ല.
മീൻ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവനെ ഒറ്റയ്ക്ക് വന്ന് വിടുന്നത് എനിക്കൊരു പേടിയതല്ല, അവന് പേടി ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു കൂട്ട് നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ കൂടെ വന്നതാണ്. ചോറ് കഴിച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന്, ഇപ്പോൾ 1:30 കഴിഞ്ഞ്. ഇനിയിപ്പം ഒരു മരണമുണ്ട്, അപ്പോൾ അതിന് പോകണം, നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ ഇനി മീൻ പിടിച്ച് നിന്ന സമയമാകത്തില്ല. രാജേശ്വരി പോകുന്നുണ്ട്, അപ്പോൾ രാജേശ്വരിയുടെ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടന് പോകാൻ സമയമില്ല. അപ്പോൾ നമുക്ക് പോകാം മോനെ, എത്താം. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ വന്നതിന് ശേഷം ഒത്തിരി നേരമായി നമ്മൾ വന്നിട്ട് ചൂണ്ടയൊന്നും കൊത്തുന്നില്ല. അപ്പോൾ ഒരു 1:45 അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മരണത്തിന് പോകണം, അത് ഇവിടെ കുറച്ചടുത്ത. അപ്പോൾ രാജേശ്വരി വരുന്നുണ്ട്. അപ്പോൾ ഞാനും രാജേശ്വരിയും കൂടെയൊക്കെ പോകുന്നത്. നമ്മുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുമൊക്കെ വരുന്നവരാണ്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒരുമാതിരി പൊങ്ങിയിരിക്കുന്നു, ഇതിലൂടെയൊക്കെ തെങ്ങിൻ്റെ കീഴിൽ കൂടെയൊക്കെ നടന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബായ്. ഇപ്പോൾ ശ്രീമോൻ പോയി, ഞങ്ങൾ പോകട്ടെ എന്നാ.